എൻ്റെ പേര് എസ്തേർ. ഞാൻ മുള്ളംകുന്ന് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ജനുവരി 28 ജീവിത പങ്കാളിക്കൊരു പനി വന്നു. പനിയും ഭയങ്കര ഛർദ്ദിലുമായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് പനിക്കുള്ള മരുന്ന് ചെയ്തു. കുഴപ്പമില്ല, പനി കുറഞ്ഞു. അങ്ങനെ രാത്രിയായി ഒരു 10-11 മണിയായപ്പോൾ ഭയങ്കര പനിയും വിറയും സംസാരശേഷിയെല്ലാം നഷ്ടപ്പെട്ട് എന്തോ ഒരവസ്ഥയിലേക്ക് മാറി. പുള്ളി കോമായിലേക്ക് വരും പോലെയായി. പെട്ടെന്ന് ഞങ്ങൾ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവർ പരിശോധിച്ചപ്പം പറഞ്ഞു MRI എടുക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഹാർട്ട് പേഷ്യൻറ്റും കൂടിയാണ് പുള്ളി. അങ്ങനെ MRIക്ക് കൊണ്ടുപോയി. കാരണം MRI എടുക്കാനും പറ്റുന്നില്ല. 2 പ്രാവശ്യമായിട്ട് അവർ MRI എടുത്തു. MRI എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെനിഞ്ചറ്റിസ് ആണ്. പക്ഷേ എന്ത് തരം വൈറസാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നട്ടിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അയക്കണം. 72 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വരികയുള്ളൂ. അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ICUവിലേക്ക് മാറ്റി. അങ്ങനെ നട്ടിൽ നിന്ന് കുത്തിയെടുത്തു. തിങ്കളാഴ്ചയാണ് കുത്തിയെടുത്തത്. അപ്പോൾ അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 72 മണിക്കൂർ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോഴാണ് പറയുന്നത് ഡിഫ്തീരിയ മെനിഞ്ചറ്റിസ് ആണെന്ന്. അത് റെയറായ ഒരു രോഗമാണ്, അങ്ങനെ ആർക്കും വരാറില്ല. ആ ഡോക്ടർ സർവീസിലാകെ 2 പേർക്ക് മാത്രമാണ് ഇതും കൂട്ടി വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 ദിവസം 4 മണിക്കൂർ ഇടവിട്ട് ആ ഒരു ദിവസം 6 പ്രാവശ്യം വീതം ആൻറ്റിബയോട്ടിക് കയറ്റണം. അങ്ങനെ 21 ദിവസത്തെ കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്താൽ എന്തോ പറയാൻ പറ്റൂ. പുള്ളിക്ക് ഓർമ്മയുമില്ല, ഒന്നും തിരിച്ചറിയാനും പറ്റത്തില്ല. വെറും ഒരു അബോധാവസ്ഥയിലാണ്. അങ്ങനെ ഓക്സിജൻ്റെ സഹായത്തോടെ ശ്വസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാർട്ടെല്ലാം വീക്കായിപ്പോയി. ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോയി. ഓക്സിജൻ്റെ അളവ്, സോഡിയത്തിൻ്റെ അളവ് എല്ലാം കുറയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർ വന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ, ഞങ്ങൾ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ ഹൈ ആയി. എല്ലാത്തിനും അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. ഞാൻ ആ സമയത്ത് റൂമിൽ പോയിരുന്ന് അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരുന്നു. അതിൽ ഞാനിങ്ങനെ നേർന്നു, ദൈവമേ സുഖപ്പെട്ട് ബുദ്ധിയും ഓർമ്മശക്തിയും തിരിച്ചു കിട്ടിയാൽ ഞാൻ അൽറുഹായിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. നടന്ന് ബലിയർപ്പണത്തിന് പങ്കെടുക്കാൻ പോകണം എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ അവർ ആൻറ്റിബയോട്ടിക് തുടർന്നു. 2-3 ദിവസം ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചു. അങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ റൂമിലിരുന്ന് 2, 3, 4 ജപമാല കണ്ടുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യവും ICUവിൽ കയറുമ്പോൾ തൈലവും എല്ലാം പുരട്ടി കൊടുക്കും. ഡോക്ടർമാർ വേറൊന്നിനും സമ്മതിക്കില്ല, ബെൻഡിങ് ഇടാനും ഒന്നും സമ്മതിക്കാറില്ല. അങ്ങനെ ഞാനിരുന്ന് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ചൊവ്വാഴ്ചകളിൽ 21 ദിവസമാണല്ലോ ആശുപത്രി കിടന്നത്. അപ്പോഴേക്കും ഒരു 3 ചൊവ്വാഴ്ച വന്നു. 2 ചൊവ്വാഴ്ചകളിൽ വിളിച്ചു പറഞ്ഞു മെനിഞ്ചറ്റിസ് രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന്. അത് ഞങ്ങളായിരിക്കുമെന്ന് ഞങ്ങളങ്ങ് വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു മുള്ളംകുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന്. അതിൽ ഞാൻ വിശ്വസിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 21 ദിവസമായപ്പോഴേക്ക് പുള്ളി പകുതി നോർമലായി. പ്രാർത്ഥനയൊന്നും ഓർമ്മയില്ല എങ്കിലും സാധാരണ ആളുകളെയൊക്കെ തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ 24 ദിവസമായപ്പോൾ ഏകദേശം ഒരു പിടിച്ചടിപ്പിക്കാൻ പാകമായപ്പോൾ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. 6 ദിവസത്തെ കോഴ്സും കൂടി ഗുളിക രൂപത്തിൽ തന്നു. അങ്ങനെ 6 ദിവസം കൂടി കഴിഞ്ഞ് പരസഹായത്തോടെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും സ്വയമായി ചെയ്യാനുള്ള കഴിവോ ബുദ്ധിശക്തിയോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരുന്നു. ഏതായാലും 7 ദിവസമായി. ഞങ്ങൾ വീട്ടിലും റൂമിലും എല്ലാം അത്ഭുത ജപമാല ഫോണിൽ ഓൺ ചെയ്ത് തലയ്ക്കൽ വെച്ചു. പുള്ളിക്കതൊന്നും ഓർമ്മശക്തിയൊന്നുമില്ലെങ്കിലും കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ വെച്ചുകൊണ്ടേ ഇരുന്നു. ഇപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, പരിപൂർണ്ണ സൗഖ്യമായി. ഞങ്ങൾ ബലി അർപ്പണത്തിൽ ദിവസവും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. പ്രാർത്ഥനകളെല്ലാം ഓർമ്മയുണ്ട്. ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യമുണ്ട്. ഈ അത്ഭുതമായ സൗഖ്യത്തെ ഓർത്ത് 1000 നന്ദി പറയുന്നു.